ദിയാസ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വാഴപ്പിണ്ടി തോരന് വേണ്ടി അരിഞ്ഞതാണ്. നമ്മുടെ വാഴയുടെ തണ്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തിരിക്കുന്ന തണ്ടാണ്. അത് വട്ടത്തിന് അരിഞ്ഞതിന് ശേഷം ഇതിലൊരു നൂല് പോലെ ഉണ്ടാകും. അത് നമ്മളിങ്ങനെ അരിയുമ്പോൾ കിട്ടും. അപ്പോൾ ആ നൂല് നമ്മളിങ്ങനെ ചുറ്റി അതായത് ഇതുപോലത്തെ നൂല് അത് നമ്മൾ ചുറ്റി ഇത് ഇങ്ങനെ അരിയും തോറും കിട്ടുന്ന ചുറ്റി ഇങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് ഉപ്പിട്ട് വെച്ചിരിക്കുക കുറച്ച് നേരം. ഇതിപ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമായിരുന്നു. അതിപ്പോൾ ഗൾഫിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മഞ്ഞളിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് വെച്ച് വയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വരും. ഉപ്പ് മാത്രം ഇട്ട് വയ്ക്കുമ്പോൾ വെള്ളം വരുന്നത് നമ്മളിങ്ങനെ പിഴിഞ്ഞതിന് ശേഷം മാത്രമേ, പിഴിഞ്ഞ് വെള്ളം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തോരൻ വയ്ക്കാവുള്ളൂ. ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് മൂത്രത്തിക്കല്ലിൻ്റെ അസുഖമുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ പിഴിഞ്ഞ് ഇട്ടതിന് ശേഷം കടുക് വറുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുകും ഇതുപോലെ വറ്റലുള്ളതും മാത്രം ഇട്ടാൽ മതി. ഇട്ടതിന് ശേഷം കടുക് പൊട്ടുമ്പോൾ ഈ വാഴപ്പിണ്ടി അരിഞ്ഞത് നമ്മൾ ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ ഇത് വേവിച്ച് വെച്ചതായതുകൊണ്ട് തോനെ നേരം ഇട്ട് വേവിക്കൊന്നും വേണ്ട. മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ച സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അവസാനം നമ്മൾ തോരൻ അരച്ചിടുമല്ലോ, എല്ലാ തോരനും അരയ്ക്കുന്ന രീതിയിൽ തന്നെ ഇതും. പക്ഷേ ഇത് മഞ്ഞളിട്ട് വേവിച്ചതായതുകൊണ്ട് മഞ്ഞൾ തോരൻ അരപ്പിടാൻ നേരത്ത് മഞ്ഞളിടണ്ട. വെറും തേങ്ങയും 2 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും, 1-2 എരിക്കനുസരിച്ചുള്ള പച്ചമുളക് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഈ അരപ്പ് ഇതിട്ടതിന് ശേഷം ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലകൾ ഇടുക. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണയും കൂടി നമുക്കിത് തൂവി കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് നമ്മൾ ഉപ്പ് പിന്നെ എടുത്ത് ഒഴിച്ച് കളയല്. ഉപ്പ് കൂടും, ഇതിന് അല്പം ഉപ്പ് മതി. ഈ ശകലം മാത്രമേ ഉപ്പിടാവൂ. ഉപ്പ് കൂടിയത് പോലും നമുക്ക് തോന്നുമില്ലെങ്കിൽ. വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. അരിയുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. അരിഞ്ഞ് വെച്ചിരുന്നതിന് ശേഷം ഇതിലൊരു വലയുണ്ട്. വട്ടത്തിൽ അരിയുമ്പോൾ ആ വല നമ്മുടെ കയ്യിൽ കിട്ടും. അതെടുത്ത് കളഞ്ഞതിന് ശേഷം ഉപ്പിട്ട് വെക്കുക. കുറച്ച് നേരം 1 അരമണിക്കൂർ ഉപ്പിട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഉപ്പിട്ട് തട്ടിപ്പൊത്തി ഉപ്പിട്ട് വെച്ചിരിക്കണം. അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ ആ വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയണം. നല്ലപോലെ പിഴിഞ്ഞ് കളയണ്ട. അത് ഈ മൂത്രത്തിക്കല്ലിൻ്റെ അസുഖങ്ങളൊക്കെ കുടിക്കാൻ അത് ആവശ്യമാണ്. അതിനുശേഷം കടുക് വറുത്ത് ഈ സാധനം ഇടുക. ഈ അരി വെച്ച സാധനം ഇട്ട് അരപ്പിടുക. ഇത്രയേ ഉള്ളൂ. ജോലി സിമ്പിളാണ്. അരിഞ്ഞ് പിഴിഞ്ഞ് വെള്ളം കളയുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ.